വേണ്ടി ദൈവം ബാധകൾ അവിടെ അയക്കുവാനിടയായി. ഹല്ലേലൂയ. ഒരു വിഗ്രഹാരാധിയെ, ദൈവവുമായി ബന്ധമില്ലാത്തവനെ ദൈവം ആരാണെന്ന് അറിയിക്കുവാൻ അവൻ ബാധ അയച്ചുവെങ്കിൽ, ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 7-ാം അധ്യായം 5-ാം വാക്യം. അങ്ങനെ ഞാൻ എന്റെ കൈ മിസ്രയീമിൽ നീട്ടി ഇസ്രായേൽ മക്കളെ അവരുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് മിസ്രയീമ്യർ അറിയും. ഹല്ലേലൂയ. ഞാൻ കൈ നീട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ ബാധ അയച്ചു കഴിയുമ്പോൾ ആരറിയും? മിസ്രയീമ്യർ അറിയും. എന്തറിയും? ഇത് യഹോവയുടെ കരമാണെന്ന് അറിയും. ഹല്ലേലൂയ. ദൂതാണ് ദൈവത്തെ അറിയാത്തവനെ ഹല്ലേലൂയ അറിയിക്കുവാൻ വേണ്ടി, ദൈവം ആരെന്ന് അറിയിക്കുവാൻ വേണ്ടി ദൈവം ബാധകളെ അയക്കുമ്പോൾ, ജീവനുള്ള ദൈവ ഇതല്ല ദൈവം ആരാണെന്നുള്ള അറിവ് കൊടുക്കുവാൻ വേണ്ടി, ആ അറിവിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ദൈവം എന്താണ് ചെയ്യുന്നത്, അത് നീ ഞാനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വാക്യം വായിച്ചാട്ടെ. യെശയ്യാ പ്രവചനം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ. നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു ദൈവം തന്നെ, ദൈവം ആരാണെന്ന് വീണ്ടും വീണ്ടും അറിയിക്കുവാൻ ദൈവം എന്താ ചെയ്യുന്നത്? ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിന്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന്. ശ്രദ്ധിക്കുക വാക്യം. നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന യഹോവ ഇസ്രായേലിന്റെ ദൈവമെന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി, ആർക്ക് വേണ്ടി? അഭിഷക്തനായ കോരശിന് വേണ്ടി. ഹല്ലേലൂയ. നീ അഭിഷേകമുള്ളവനെങ്കിൽ, നീ ദൈവത്തെ ആരാധിക്കുന്നവനെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ, ചില ഇരുട്ടിലെ ഗുപ്തനിധികൾ, മറവിടങ്ങളിലെ നിക്ഷേപങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ അത് മറനീക്കി വരികയാണ്. അത് മറനീക്കി വരുമ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കും, ഞാൻ സേവിക്കുന്ന ദൈവം ഇസ്രായേലിന്റെ ദൈവം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ നിരവധി നിരവധി പ്രാവശ്യം, ഇനി എത്രയോ പ്രാവശ്യം ദൈവം അത് മറനീക്കി കൊണ്ടുവരുവാനിടയായി. എന്ത്? ഇരുട്ടിലെ നിക്ഷേപങ്ങൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ. ഹല്ലേലൂയ. 3 കാര്യങ്ങൾ വചനം പറയുന്നു. നീ നട്ടുണ്ടാക്കാത്ത തോട്ടങ്ങൾ, ഹല്ലേലൂയ, നീ കുഴിക്കാത്ത കിണറുകൾ, നീ വെക്കാത്ത വീടുകൾ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു പലരും എനിക്ക് വേണ്ടി ഭവനം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. തോട്ടം നട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി കിണറുകൾ കുഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോയാൽ മതി, കർത്താവിന്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോയാൽ മതി. വരും ദിവസങ്ങളിൽ എനിക്ക് വേണ്ടി മാത്രമായി ഉറവകൾ തുറക്കപ്പെടും. എനിക്ക് വേണ്ടി മാത്രമായി കിണറുകൾ പൊങ്ങി വരും. എനിക്ക് വേണ്ടി മാത്രമായി ഗുപ്തനിധികൾ മറനീക്കി പുറത്തു വരും. വിശ്വസിക്കുന്നവർ, വിശ്വാസവാക്ക് ഏറ്റെടുക്കുന്നവർ കരങ്ങളിൽ നിന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ആമേൻ പറഞ്ഞാട്ട്. അറിയാത്ത നന്മകൾ നിനക്ക് വേണ്ടി വരുന്നുണ്ട്. വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ നിന്നെ വീണ്ടും വീണ്ടും ഇസ്രായേലിന്റെ ദൈവം ആരാണെന്ന് അറിയിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. എങ്ങനെ? അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് മാനിച്ച് മാനിച്ച് വിടുവിച്ച് വിടുവിച്ച് പുറപ്പെടുവിച്ച് ഉയർത്തി. ഇതാ ദൈവത്തിന്റെ പദ്ധതി. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഒരു പ്രത്യേക വിഷയം കൂടെ സംസാരിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒരു വിശ്വാസിക്ക് ലഭിക്കുന്നതൊക്കെ അനുഗ്രഹങ്ങളാണ്. എന്റെ യേശു വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. അതുകൊണ്ട് ശാപമൊന്നും യേശു പറഞ്ഞിട്ടില്ല. യേശു എന്തെങ്കിലും കൊടുത്തെങ്കിൽ അതെല്ലാം അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആരെങ്കിലും ശാപവും കഷ്ടവും പ്രസംഗിക്കുന്നുവെങ്കിൽ അവൻ യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തവനാണ്. ഹല്ലേലൂയ. മനസ്സിലാക്ക. യേശുവുമായി ബന്ധമുള്ളവൻ വിടുതൽ പറയും. യേശുവുമായി ബന്ധമുള്ളവൻ സൗഖ്യം പറയും. യേശുവുമായി ബന്ധമുള്ളവൻ ഉയർപ്പ് പറയും. യേശുവുമായി ബന്ധമുള്ളവൻ വീണ്ടെടുപ്പ് പ്രസംഗിക്കും. കാര്യം അവനറിയാം
അവന്റെ യേശു തകർക്കുന്ന യേശു അല്ല, വളർത്തുന്ന യേശു അത്രേ. ഓ തളർത്തുന്ന യേശു അല്ല, ഉയർത്തുന്ന യേശു അത്രേ. ഓ കുഴിച്ചുകൂടുന്ന യേശു അല്ല, പടിഞ്ഞുയർത്തുന്ന യേശു അത്രേ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനം ഏറ്റെടുക്കാൻ നീ തയ്യാറാകുമോ? നീ ശക്തിയോടെ സ്തുതിക്കാൻ തയ്യാറാകുമോ? പ്രാർത്ഥിക്കാൻ, മുട്ടുമടക്കാൻ തയ്യാറാകുമോ? ഉപവസിക്കാൻ തയ്യാറാകുമോ? നിനക്ക് വേണ്ടി മാത്രമായി വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഇരുമ്പ് വാതിലുകൾ. Come on, lift up your voice and praise. Hallelujah. നിനക്ക് വേണ്ടി മാത്രമായി, നിനക്ക് വേണ്ടി മാത്രമായി. ഹല്ലേലൂയ. അനുഗ്രഹമത്രേ എന്റെ യേശു നൽകുന്നത്, നൽകിയത്, ഇനി നൽകുവാൻ പോകുന്നത്. നമ്മള് ലോകപ്രകാരം കേൾവി കേൾക്കാറുണ്ട്, ആയുർ, ആരോഗ്യ, സൗഖ്യം. ഹല്ലേലൂയ. ഒന്ന് ദീർഘായുസ്, മറ്റൊന്ന് ആരോഗ്യം, മറ്റൊന്ന് സൗഖ്യം. ഇത് മൂന്നിനും വേണ്ടിയാണ് മനുഷ്യൻ ദൈവത്തിലേക്ക് വരുന്നത്. കാരണം മനുഷ്യർക്കറിയാം ഇത് മൂന്നും പണം കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന കാര്യങ്ങളല്ല. ഒരുപക്ഷെ ഒരു കാര്യം മാത്രമായിട്ട് വാങ്ങാൻ കഴിയുമെങ്കിലും മൂന്നും കൂടെ ഒരുമിച്ച് വാങ്ങണമെങ്കിൽ കഴിയുകയില്ല. ദൈവത്തിന് മാത്രമേ ഇത് മൂന്നും ഒരുമിച്ച് ഒരുവന്റെ ജീവിതത്തിൽ കൊടുക്കുവാൻ കഴിയുകയുള്ളൂ. ദീർഘായുസ്, ആരോഗ്യം, സൗഖ്യം. ഹല്ലേലൂയ. 110 വയസ്സ് വരെയുള്ള ദീർഘായുസുണ്ട്, പക്ഷെ ആരോഗ്യവുമില്ല, സൗഖ്യമില്ല. എന്തിനങ്ങനെ ജീവിക്കണം? ഒരു ചത്ത ശവത്തെ പോലെ. അത് അനുഗ്രഹമല്ല. ഹല്ലേലൂയ. നല്ല സൗഖ്യമുണ്ട്, പക്ഷെ ദീർഘായുസില്ല. എന്ത് വലിയ ശാപമാണത്! ഹല്ലേലൂയ. ദീർഘായുസുണ്ട്, ആരോഗ്യമുണ്ട്, എന്നാൽ പലവിധ രോഗങ്ങൾ, വേദനകൾ, രോഗങ്ങൾ, മാറാവ്യാധികൾ, അതും അനുഗ്രഹമല്ല. ലഭിക്കുന്നുവെങ്കിൽ ഈ മൂന്നും ഒരുമിച്ച് ലഭിക്കണം. ദീർഘായുസും ആരോഗ്യവും സൗഖ്യവും. ഇത് മൂന്നും ഒരുമിച്ച് തരുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ആ ഭാഗത്തേക്ക് വീണ്ടും മടങ്ങി വരാം. ഞാൻ അനുഗ്രഹിക്കപ്പെടാനുള്ള ഒരു ക്ലൂ നിങ്ങൾക്ക് വേണ്ടി തരാൻ താല്പര്യപ്പെടുകയാണ്. ഹല്ലേലൂയ. എല്ലാവരുടെ ആഗ്രഹം എന്താണ്? അനുഗ്രഹം പ്രാപിക്കണം. എല്ലാവർക്കും എന്തുണ്ട്? വിഷയങ്ങളുണ്ട്, പ്രതികൂലമുണ്ട്, കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ലോക ജീവിതത്തിൽ പലതും അനുഭവിക്കുന്നവരാണ് പലരും. ഹല്ലേലൂയ. എന്നാൽ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു വിഷയമുണ്ടായാൽ, ചില നടപടിക്രിയകൾ അവൻ ചെയ്യുവാൻ തയ്യാറായാൽ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. വചനം പരിശോധിച്ചാൽ ഒരു സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആരൊക്കെ പ്രതികൂലങ്ങളുടെ നടുവിൽ, തടസ്സങ്ങളുടെ നടുവിൽ ഉപവാസം പ്രസിദ്ധം ചെയ്ത് ഉപവസിക്കാൻ തയ്യാറായിട്ടുണ്ടോ, അവരെ ഒക്കെ ദൈവം വിടുവിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ കാഴ്ചപ്പാട് ഏറ്റെടുത്താണ്. ഒരു പ്രതികൂല വിഷയത്തിൽ നീ എത്തിച്ചേരുമ്പോൾ, നിനക്ക് ഒതുക്കുവാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിൽ നീ ആയിത്തീരുമ്പോൾ, നീ ഒന്നാമത് ചെയ്യേണ്ട കാര്യം എന്നറിയാമോ? ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യണം. ഹല്ലേലൂയ. എന്ന് വരെ ഉപവസിക്കണം. 7 ദിവസമാണോ? 21 ദിവസമാണോ? 40 ദിവസമാണോ? അല്ല, ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്യണം, വിടുതൽ ലഭിക്കുന്നതുവരെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അധികം ദിവസം നിനക്ക് ഉപവസിക്കേണ്ടി വരികയില്ല. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ആ തീരുമാനം എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കും. ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ വിശ്വസിക്കുന്ന, അവൻ ആശ്രയിക്കുന്ന കുറെ പേരെയാണ്. അവനെ വിടുവിക്കുവാനാണ് എന്റെ ദൈവത്തിന് ഇഷ്ടം. ഹല്ലേലൂയ. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ പുത്രനെ മോറിയ മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കണം. ഹല്ലേലൂയ. യാഗമർപ്പിക്കുവാൻ അതിലും വിലയുള്ള മറ്റൊന്നും അബ്രഹാമിന്റെ കയ്യിലില്ല. ഏറ്റവും വിലയുള്ളത് അവന്റെ സ്വന്തം മകനാണ്. അതിനെ യാഗമർപ്പിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. എന്നാൽ മറുത്തു പറയാതെ അനുസരിക്കാൻ തയ്യാറായപ്പോൾ അവന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് കരുതുവാനിടയായി. ഹല്ലേലൂയ. കാഴ്ചപ്പാട് ഏറ്റെടുത്താണ്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. വിഷയത്തിന്റെ മുമ്പിൽ ഒരു ഉപവാസം പ്രസിദ്ധം ചെയ്താട്ട് അധികം ഉപവസിക്കേണ്ടി വരികയില്ല. ദൈവത്തിന്റെ കരം ഒന്നാം ദിവസം തന്നെ നിനക്ക് വേണ്ടി ചലിപ്പിക്കപ്പെടുവാനിടയാകും. Come on, lift up your voice and praise. ഹല്ലേലൂയ. എപ്പോൾ ഉപവാസം അവസാനിപ്പിക്കണം? ഹല്ലേലൂയ. വിടുതൽ ലഭിച്ചാൽ അന്നേരം ഉപവാസം അവസാനിപ്പിക്കണം. ഒരു പക്ഷേ ഉപവാസം പ്രസിദ്ധം ചെയ്ത് ഉപവാസത്തിന്റെ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ നിനക്ക് മറുപടി കിട്ടും, കിട്ടിയിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്.
ഹല്ലേലൂയ. അപ്പോൾ തന്നെ നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് മുഖം കഴുകി നന്നായിട്ട് ഭക്ഷണം കഴിച്ച് ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകണം. ഹല്ലേലൂയ. ഉപവാസത്തെക്കാൾ ഉപരി ദൈവം നോക്കുന്നത് ദൈവത്തിനുള്ള അതിന്റെ ആശ്രയമാണ്, ദൈവത്തിലുള്ള നിന്റെ വിശ്വാസമാണ്. ഹല്ലേലൂയ. നിന്റെ തീരുമാനത്തിലാണ് ദൈവകരം ചലിപ്പിക്കപ്പെടുന്നത്, നിന്റെ വിശ്വാസത്തിൽ. ഹല്ലേലൂയ. അപ്രകാരം ശക്തമായി വിശ്വസിച്ച് വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ ഞങ്ങളെ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഒരുമിച്ച് ഒരുവന് കൊടുക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ, അതിലുപരി യേശുവിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുവാനിടയായി. വലിയ പ്രതീക്ഷയോടെയാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിക്കുവാനിടയായത്. എന്നാൽ ആ സൃഷ്ടിപ്പിനെ ഓർത്ത് ദൈവം അനുദപിക്കുവാനിടയായി. കാര്യം മനുഷ്യൻ മ്ലേച്ഛത പ്രവർത്തിക്കാൻ തുടങ്ങി, അകൃത്യം ചെയ്യുവാൻ തുടങ്ങി, ദൈവത്തിൽ നിന്ന് അവന്റെ ഇഷ്ടത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുവാനിടയായി. ഒരു ദിവസം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ദൈവം എത്തിച്ചേരുവാനിടയായി. അത്രമാത്രം ദുഃഖം സൃഷ്ടിതാവായ ദൈവത്തിനുണ്ടാകുവാനിടയായി. ദൈവം പറഞ്ഞു, ഞാൻ സകലത്തെയും നശിപ്പിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സകലത്തെയും, ഒന്നിനെയും വെച്ചേക്കാൻ പോകുന്നില്ല, എല്ലാത്തിനും നശിപ്പിക്കാൻ പോവുകയാണ്. ഒരു കടുത്ത തീരുമാനം എടുത്ത സന്ദർഭത്തിലാണ് ഒരുവൻ കൃപ ഏറ്റെടുക്കുവാനിടയായത്. ഹല്ലേലൂയ. ആരെന്നറിയാമോ? നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിക്കുവാനിടയായി. എല്ലാവരും ദൈവത്തെ വിട്ട് അകന്നു പോയ സന്ദർഭത്തില് ഈ മനുഷ്യൻ ദൈവത്തോട് ചേർന്ന് ചേർന്ന് നടക്കുവാൻ തയ്യാറായി. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെടുവാനുള്ള ഒരു നടപടി പ്രക്രിയ അവൻ ചെയ്യുവാനിടയായി. എന്ത്? ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ തയ്യാറായി. അതിന്റെ ഫലമായിട്ട് അവന് വേണ്ടി മാത്രമായിട്ട് കൃപ പകരപ്പെടുവാനിടയായി. ഹല്ലേലൂയ. ശ്രദ്ധിക്ക്, ആ കൃപയുള്ളവന് വേണ്ടി ദൈവം ചട്ടങ്ങളെ മാറ്റി, നിയമങ്ങളെ മാറ്റി, അവന് വേണ്ടി ഒരു പെട്ടകം തയ്യാറാക്കുവാൻ ദൈവം തയ്യാറായി. വെറും 8 പേർക്ക് വേണ്ടിയാണ് ആ പെട്ടകം ഒരുക്കപ്പെട്ടത്. നിങ്ങൾക്കറിയാമോ, അന്ന് ലോകത്തുണ്ടായിരുന്ന എല്ലാ മനുഷ്യരെയും കയറ്റുവാൻ വേണ്ടിയുള്ള നിലവാരത്തിലല്ല ആ പെട്ടകത്തിന്റെ അളവ് പറഞ്ഞു കൊടുക്കുവാനിടയായി. ഒരുപക്ഷെ പലരോടും പറഞ്ഞു കാണും, പെട്ടകത്തിനകത്ത് കയറണം, മഴ പെയ്യാൻ പോകുന്നുവെന്ന് നീതി പ്രസംഗിയായ നോഹ വിളിച്ചു പറഞ്ഞു കാണും. എങ്കിലും വേറെ 8 പേർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ദൈവം വിടുതൽ പ്ലാൻ ചെയ്യുവാനിടയായത്. ആർക്ക്? കൃപ ഏറ്റെടുത്തവന്റെ കുടുംബത്തിന് വേണ്ടി മാത്രമായിട്ട്. ഹല്ലേലൂയ. ഇന്ന് ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ, അനുഗ്രഹം ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ. ആരെ ദൈവം അനുഗ്രഹിക്കും? അവനോട് ചേർന്ന് നടന്ന് കൃപ ഏറ്റെടുക്കുവാൻ ആര് തയ്യാറാകും? അവനെയും അവൻ മുഖാന്തരം അവന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുവേണ്ടി ഒരു കൃപയുടെ പെട്ടകം തയ്യാറാക്കുവാൻ സ്വർഗീയ ഡിപ്പാർട്ട്മെന്റ് അന്നെന്ന പോലെ ഇന്നും തയ്യാറാണ്. മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അടുത്ത തീരുമാനമെടുത്തിരിക്കുമ്പോൾ, നശിപ്പിക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുമ്പോൾ ഒരുവൻ കൃപ ഏറ്റെടുക്കുവാനിടയായി. തുടർന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, മനുഷ്യന്റെ ആയുസ് 120 ദൈവം നിജപ്പെടുത്തുവാനിടയായി. പഴയ കാലത്ത് 600ഉം 700ഉം 900 വർഷങ്ങളൊക്കെ ജനം ജീവിച്ചിരിക്കുവാനിടയായി. 500ാമത്തെ വയസ്സിലാണ് നോഹയ്ക്ക് മക്കൾ ജനിക്കുന്നത്. 100ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന് മകൻ ജനിക്കുന്നത്. 60ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്കിന് മകൻ ലഭിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യന്റെ ആയുസ് വളരെ വലിയ ആയുസ്സായിരുന്നു. 1000, 900, 700 വർഷങ്ങൾ ജീവിച്ചിരുന്ന മനുഷ്യൻ. എന്നാൽ ദുഷ്ടത പ്രവർത്തിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? മനുഷ്യന്റെ ആയുസ് 120 നിജപ്പെടുത്തുവാനിടയായി. അത് വീണ്ടും മോശയുടെ സങ്കീർത്തനത്തിൽ 70ഉം 80ഉമായിട്ട് വീണ്ടും കുറച്ചെഴുതുവാനിടയായി. എന്നാൽ ദൈവം കൽപ്പിച്ചത് എന്താണ്? 120. ഒരു ഭാഗത്ത് പ്രകാരം പറയുന്നുണ്ട്, ദൈവം നിന്റെ ആയുസ്സിനെ പൂർത്തീകരിക്കുമെന്ന് വചനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു, നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാൻ തയ്യാറായ, അവന്റെ പാദപീഠത്തിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ, ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, വിശ്വാസത്തിന്റെ പ്രവർത്തികൾ ചെയ്യുവാൻ തയ്യാറായാൽ, അതിലുപരി ഒരു ദർശനം ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, നിന്റെ ആയുസ്സിനെ പൂർത്തീകരിക്കുവാൻ ദൈവം നിനക്ക് ശക്തി നൽകും, ബലം നൽകും,
ആരോഗ്യം നൽകും, സൗഖ്യം തരും. ആരോഗ്യ സൗഖ്യം തന്ന് നിന്റെ ആയുസ്സിനെ പൂർത്തീകരിക്കുവാൻ ദൈവം കൃപ ചെയ്യും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വാസവാക്കൾ ഏറ്റെടുത്താട്ട്, എന്നോടുള്ളതാണെന്ന് പറഞ്ഞ് ഏറ്റെടുത്താട്ട്. Come on, lift up your voice and praise. Hallelujah. ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നിനക്ക് ദൈവം തരാൻ താല്പര്യപ്പെട്ടിരിക്കുകയാണ്. നീ വിശ്വസിക്കാൻ തയ്യാറാകുമെങ്കിൽ, നീ അവനെ ആരാധിക്കുവാൻ തയ്യാറാകുമെങ്കിൽ, ഒരു ദർശനം, ഹല്ലേലൂയ, ഒരു കാഴ്ചപ്പാട്, സുവിശേഷ വേലയിൽ, ഹല്ലേലൂയ, ശുശ്രൂഷയിൽ ഒരു ദർശനം ഏറ്റെടുത്ത് 10,000-1000 വിടുവിക്കുന്ന ഒരു പദ്ധതി ഏറ്റെടുക്കാൻ തയ്യാറാകുമെങ്കിൽ, നിന്റെ ആയുസ്സിനെ അവന്റെ വരവ് താമസിപ്പിക്കുമെങ്കിൽ ദൈവം പൂർത്തീകരിക്കുവാൻ തയ്യാറാകും. ഹല്ലേലൂയ. അപ്രകാരം സംഭവിക്കട്ടെ. ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഓരോരുത്തർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിയോഗമുണ്ട്. ഹല്ലേലൂയ. മരണത്തെ ഭയപ്പെട്ടിരിക്കുന്ന ചില ജീവിതങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് നിയോഗമുണ്ട്. ഞാൻ മുഖാന്തരം നാളുകൾ പെരുകും, വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കോശങ്ങളിലേക്ക്, നാഡീകോശങ്ങളിലേക്ക്, മാംസപേശികളിലേക്ക്, അസ്ഥിപഞ്ജരങ്ങളിലേക്ക്, ത്വക്കിലേക്ക്, കോശങ്ങളിലേക്ക്, ഗ്രന്ഥികളിലേക്ക് യേശുവിന്റെ നിത്യജീവൻ വ്യാപരിക്കാൻ പോവുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? കരങ്ങളെ വിശ്വാസത്തോടെ ടെലിവിഷനിലേക്ക് നീട്ടിയാട്ടെ. മരണം വഴിമാറുകയാണ്, അന്ധകാരങ്ങൾ വഴിമാറുകയാണ്, ക്യാൻസർ കോശങ്ങൾ ജീവിക്കുകയാണ്. ഹല്ലേലൂയ. കീമോതെറാപ്പി കൂടാതെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കട്ടെ. സ്വർഗീയ പിതാവേ, ആഗ്രഹത്തോടെ വാഞ്ചയോടെ മരണഭയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ജീവിതങ്ങൾ കരം നീട്ടിയിരിക്കുന്ന കർത്താവേ, ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നാമത്തിന്റെ ശക്തി അകത്തേക്ക് വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ വചനത്തിന്റെ ശക്തി ചില ക്രിയകളകത്ത് ചെയ്യട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇവിടെ കോശങ്ങളെ ജീവിപ്പിക്കട്ടെ. മരണങ്ങൾ വഴിമാറുന്ന നെയിം ഓഫ് ജീസസ്. Prosperity is yours, health is yours, healing is yours, anointing is yours in the name of Jesus. തുടർന്നതിനായി സ്തോത്രം, കരം ചലിച്ചതിനായി സ്തോത്രം, ദൈവപ്രവർത്തിക്കായി സ്തോത്രം. മഹത്വമെല്ലാം യേശുവിന്. ആയുസ്സും ആരോഗ്യവും സൗഖ്യം കൊടുത്ത് നീ മാനിക്കുന്നതിനായി സ്തോത്രം. രക്തം ആയുസ്സിനും ആരോഗ്യത്തിനും സൗഖ്യത്തിനും മുദ്രയാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് വിശ്വാസത്തോടെ ഏറ്റെടുത്തവർക്ക് അനുഗ്രഹമാണ്. നിങ്ങളുടെ നാളുകൾ യേശുവിന്റെ നാമത്തിൽ ശക്തിയാൽ വർദ്ധിച്ചിരിക്കുകയാണ്. ആമേൻ പറഞ്ഞാട്ട് ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുടെ പവർ കോൺഫറൻസ് മറന്നു പോകരുത്. എല്ലാ ഞായറാഴ്ചയും കൊല്ലം പട്ടണത്തിൽ. വളരെ പ്രയാസമാണ് ഇവിടെ എത്തിച്ചേരാൻ. നാശത്തിലേക്ക് പോകുന്ന വഴി വളരെ വിശാലമുള്ളതാണ്. നിത്യജീവനിലേക്കുള്ള വഴി വളരെ ഇടുങ്ങിയതാണ്. അതിൽ കൂടെ കടക്കുന്നവർ വളരെ ചുരുക്കമാണ്. അതിനൊരു പോരാട്ടം ആവശ്യമാണ്. തീരുമാനത്തോടെ, ദൃഢനിശ്ചയത്തോടെ, പിശാചിന്റെ പ്രവർത്തനങ്ങളെ തൃണവൽക്കരിച്ചുകൊണ്ട്, തരണം ചെയ്തുകൊണ്ട് വരുവാൻ തയ്യാറാകുമെങ്കിൽ ഒരു വിടുതൽ നിന്നെ കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ഒരു സൗഖ്യം നിന്നെ കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. വരിക, വന്ന് അനുഗ്രഹം പ്രാപിക്കുക. ഞങ്ങളുടെ ടെലിഫോൺ നമ്പറുകൾ എഴുതി കാണിക്കുന്നുണ്ട്. അത് കുറിച്ചെടുത്താട്ടെ. അതിലൂടെ വിഷയങ്ങൾ, പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞാട്ട്, നിങ്ങൾ വരുമ്പോൾ വഴി ചോദിച്ചാട്ട് ഞങ്ങളുടെ ടീമിലുള്ള അംഗങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങളെ ഐശ്വര്യമായി ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you. Hallelujah.